ആശ്ചര്യത്തോടെ ആ നിറപ്പകിട്ടാറുന്ന വൃക്ഷം നോക്കി നിൽക്കുന്ന റൂബൻ. അയാൾ പതിയെ അരച്ചുകൊണ്ട് അതിനടുക്കിലേക്ക് വന്ന് വിറങ്ങലിക്കുകയാണ്. പതിയെ കൈ അതിനടുക്കിലേക്ക് നീട്ടുമ്പോൾ മുകളിൽ നിന്നൊരു ചിലന്തി കയ്യിൽ വന്നിരുന്നിട്ടത് നടന്ന ആ വൃക്ഷത്തിലേക്ക് ചാടുന്നു. അത് ചിന്നി ചിതറിപ്പോകുന്നു. വൃക്ഷത്തിന് ചുറ്റും വരയ്ക്കുള്ളതുപോലെ ആ പ്രഭാവം നിലനിൽപ്പുണ്ടെന്ന് റൂബൻ മനസ്സിലാകുന്നു. പുറത്ത് നോക്കിയിരിക്കുന്ന പട്ടികളിലൊന്ന് പോയി വെള്ളം കുടിക്കുമ്പോൾ ബേസ്മെന്റിൽ ജെയിംസ് താൻ ആരെയും കൊല്ലാൻ വന്നതല്ലെന്നും നിങ്ങളെപ്പോലെ തന്നെ ഒരു മാസ്ക്മാൻ കഴിഞ്ഞ ദിവസം വീട്ടിൽ വന്നതായും തന്റെ മകൻ അസുഖം പിടിപെട്ടതുകൊണ്ടും സഹായം ചോദിക്കാനായി വന്നതാണെന്നും പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നെങ്കിലും അയാൾ ഭ്രാന്ത് പിടിച്ച് നിങ്ങൾക്ക് ഏതെങ്കിലും ആശുപത്രിയിൽ കൊണ്ടുപോയിക്കൂടായിരുന്നോ എന്ന് ആക്രോശിക്കുന്നു. തീർച്ചയായും ഞങ്ങളത് ശ്രമിച്ചതായിരുന്നുവെന്നും ഒരു നീല പെയിന്റ് വെച്ചുള്ള വര, എന്തോ ഒരു ഫോഴ്സ് ഫീൽഡ്, അത് കടന്നാൽ മരിക്കും, അതുമൂലം ഞങ്ങൾ പെട്ടിരിക്കുകയാണെന്നും ജെയിംസ് അയാളുടെ വ്യക്തമാക്കുമ്പോൾ അയാളാകട്ടെ ഇത് കേട്ട് ചിരിക്കുന്നു. നീ കള്ളം പറയുകയാണെന്ന് വീണ്ടും അയാൾ പറയുന്നത് കേട്ട് വരയും ഫോഴ്സ് ഫീൽഡുമെല്ലാം സത്യമാണെന്ന് ജെയിംസ് ഉച്ചത്തിൽ ആണയിടുമ്പോൾ ഫോഴ്സ് ഫീൽഡ് എന്നതിനെ വിളിക്കാതെ എന്നയാൾ പറഞ്ഞുകൊണ്ട് തുടരുന്നു. നീ മഗ്നാബിനെ ശരിക്കും കണ്ടിരുന്നെങ്കിൽ അയാൾ നിനക്ക് പറഞ്ഞു തന്നേനെ അതെന്താണെന്ന്. ശരി, പിന്നെ എന്ത് നാശമാണത്? അയാൾ തൻ്റെ പഴയ കാലത്തേക്ക് പോകുന്നു. ബാർ ടെൻഡറായി ജോലി ചെയ്ത സമയം. അവിടെ വന്നിരുന്ന് സൊറ പറയുന്ന മഗ്നാബ്. അടിച്ചു പിരിഞ്ഞിരുന്ന അയാൾ പറയുന്നത് ഒരു ട്രാപ്പിനെ പറ്റിയാണ്. നമ്മൾ കണ്ട ആ നീലവരയുടെ വട്ടത്തെക്കുറിച്ച്. ആർക്കും കാണാൻ പറ്റാത്തൊരു മരണക്കെണിക്കൂട്. നിങ്ങൾ അറിയില്ല, ചുമ്മാ നടന്നുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ടപ്പേ കാഞ്ഞു പോകുന്നത്. അത്ര സാമർത്ഥ്യത്തോടെയാണ് അവരത് ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷേ എനിക്കറിയാം അത് എവിടെയൊക്കെ ഉണ്ടെന്ന്. ഇത്രയും പറഞ്ഞ് ചിരിക്കുമ്പോൾ അടുത്തിരുന്ന് സിപ്പ് ചെയ്യുന്ന മറ്റൊരുവൻ ഈ അവരെന്ന് പറയുന്നത് ആരാണെന്ന് ചോദിക്കുമ്പോൾ മഗ്നാബ് കൈ മുകളിലേക്ക് ചൂണ്ടി വിസിറ്റേഴ്സ് എന്ന് പറയുന്നു. ഇത് കേട്ട് ചോദിച്ചവൻ ഞങ്ങളതിനെ ഏലിയൻസ് എന്നാണ് പറയുന്നതെന്നും ഇവിടെയുള്ളവരിൽ പലരും ചിലപ്പോൾ വേഷം മാറി ഇവിടെ ഇരിക്കുന്നുണ്ടാകുമെന്ന് കളിയാക്കി അവിടെ ഒരു കൂട്ടച്ചിരി പടരുമ്പോൾ മഗ്നാബ് തന്റെ കൈ കാണിച്ചിട്ട് ഇനി ചിരിക്കടാ എന്ന് പറയുന്നു. കൈയുടെ ഒരു വശം വളരെ വികൃതമായിരിക്കുന്നു. ട്രാപ്പിന്റെ ഓരത്തുകൂടെ പോയപ്പോൾ മാത്രമുണ്ടായതാണിതെന്നും എല്ലാം സത്യമാണ്. ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്, എപ്പോഴോ അല്ല, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. നമുക്ക് ചുറ്റും അവരുണ്ടെന്നുമെല്ലാം പറഞ്ഞ് ഓവറാവുന്നത് കണ്ട് ബാർ ഓണർ ഇന്നത്തെ കോട്ട കഴിഞ്ഞെന്ന് പറഞ്ഞ് മഗ്നാബിന്റെ താക്കോൽ മേടിച്ച് ഡേ പുതിയ ചെക്ക ട്രാവിസേ നീ ആളെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് വാ എന്ന് പറഞ്ഞു വിടുന്നു. അപ്പോൾ അതാണ് ട്രാവിസ്, നേരത്തെ ഓൾസൺ തിരക്കിയ ആ ട്രാവിസ്. ട്രാവിസ് അങ്ങനെ വണ്ടി ഓടിച്ച് മഗ്നാബിനെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന നേരം സത്യത്തിൽ കൈക്ക് എന്താ പറ്റിയെന്ന് തിരക്കുമ്പോൾ താൻ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് പറഞ്ഞ് മഗ്നാബ് ഇതൊരു എനർജി ഫീൽഡോ സോഴ്സോ മറ്റോ ആണോ എന്ന് സംശയിക്കുന്ന ട്രാവിസിനോട് ഒരു സോഴ്സ് ആകാമെന്നും അത് നമ്മളെ ആകർഷിച്ച് എത്തിച്ച് തീർക്കുന്ന ഒന്നാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നു. ഒരു കാട്ടുപ്രദേശത്തെ ക്യാബിനെ അയാളുടെ വീട്ടിൽ കൊണ്ടുവിട്ടിട്ട് അവിടെ നിന്ന് ട്രാവിസ് ചുറ്റുപാടുമൊക്കെ ഒന്ന് നോക്കി പുക വലിക്കുമ്പോൾ ഒരു കാർ അവിടേക്ക് വന്ന് നിൽക്കുന്നു. ഉള്ളിൽ മ്യൂസിക് കേൾക്കാം. കുറച്ച് നിമിഷം നിർത്തിയിട്ട് അങ്ങനെ അങ്ങ് പോകുന്നു. അകത്ത് തട്ടലും മുട്ടലും കേട്ട് കയറുന്ന ട്രാവിസ് അവിടെ വെച്ചിരിക്കുന്ന ഗ്യാസ് മാസ്കുകൾ കണ്ട് അന്തിച്ച് നേരെ മുറിയിലേക്ക് വരുമ്പോൾ മഗ്നാബ് നല്ല ഉറക്കമായി കഴിഞ്ഞിരിക്കുന്നു. പെയ്യെ അവിടെയുള്ള ഡ്രോവർ ചുമ്മാ ഒന്ന് തുറന്നു നോക്കുമ്പോൾ അതിലിരിക്കുന്ന പേനാക്കത്തിയെടുത്ത് തന്റെ പോക്കറ്റിൽ വെച്ചിട്ട് അവിടെ ഇരിക്കുന്ന ഒരു ഫോട്ടോ നോക്കുന്നു. മഗ്നാബ് ഒരു സ്ത്രീക്കൊപ്പം നിൽക്കുന്ന ഫോട്ടോ. അതെടുത്ത് പതിയെ പുറത്തേക്ക് നടക്കുമ്പോൾ പെട്ടെന്ന് ഉണർന്ന മഗ്നാബ് തോക്ക് ചൂണ്ടുന്നു. ഇത് കണ്ട് പേടിച്ച് ഞാൻ നിങ്ങളെ നോക്കാൻ വന്നതാണെന്ന് പറയുന്ന ട്രാവിസിനോട് അതിലൊരു കാര്യവുമില്ലെന്നും താൻ പറയുന്നതെല്ലാം വിടുവായ്ത്തരമാണെന്ന് ആരെങ്കിലും പറഞ്ഞാലും നീ കാര്യമാക്കരുതെന്ന് പുലമ്പിയിട്ട് പക്ഷേ എനിക്ക് നിന്റെ കണ്ണുകളിൽ കാണാം ട്രാവിസ്, ഈ പൊന്നക്കിളവൻ പറയുന്നതൊക്കെയും ശരിയായിരിക്കുമോ എന്ന് നിന്റെ തോന്നൽ. നമ്മൾ നേരെ പ്രസന്റിലേക്ക് വരികയാണ്, ജെയിംസിന്റെ സിറ്റുവേഷനിലേക്ക്. താൻ നീ കരുതുന്ന പോലെ വേഷം കെട്ടി നടക്കുന്ന ഒരു ഏലിയൻ അല്ലെന്നും അതെങ്ങനെ തെളിയിക്കണമെന്നും ചോദിക്കുന്ന ജെയിംസിനോട് ട്രാവിസ് അതിന് നിനക്ക് തെളിയിക്കാൻ കഴിയില്ല, കാരണം നീ മഗ്നാബിനെ കണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഈ ട്രാപ്പ് എന്താണെന്ന് അറിയില്ല. മഗ്നാബിനെ നീ കണ്ടിരുന്നെങ്കിൽ അയാൾ ശരിക്കും ഇതെന്താണെന്ന് പറയാതിരിക്കില്ലെന്നും നീ കള്ളമാണ് പറയുന്നതെന്നും പറഞ്ഞിട്ട് ചുമച്ചവശനെ വന്നിരുന്നു കൊണ്ട് അന്നത്തെ ആ സംഭവത്തിന് ശേഷം മഗ്നാബ് മൊത്തമുള്ള പദ്ധതികളുടെ ആസൂത്രണത്തെക്കുറിച്ച് പങ്കുവയ്ക്കുന്നു. ഞാൻ അയാളുടെ വാക്കുകളിൽ വീണുപോയി. അയാൾ എനിക്ക് പറഞ്ഞു തന്നു പല കാര്യങ്ങൾ. മഗ്നാബിന്റെ വാക്കുകളിലേക്ക് പോവുകയാണ്. നിനക്കറിയാം, TV, ഇന്റർനെറ്റ് ഇതിലൊക്കെ കാണിക്കുന്ന പറക്കും തളിക, UFOs, അന്യഗ്രഹ ജീവികളുടെ പോസ്റ്റ്മോർട്ടം എല്ലാം വെറും കെട്ടുകഥകൾ മാത്രം. എല്ലാം നമുക്ക് കാണാൻ കഴിയുന്നതിനെ അടിസ്ഥാനമാക്കിയുള്ള കുറേ കാപട്യങ്ങൾ. എന്നാൽ ഞാൻ പറഞ്ഞു വരുന്നത് ശരീരമില്ല, കാണാൻ പറ്റില്ല. അപ്പോൾ പറക്കും തളിക ഇല്ലെന്നാണോ ട്രാവിസിന്റെ സംശയം? ശരീരമില്ലെങ്കിൽ പിന്നെ എന്തിന് സ്പേസ് ഷിപ്പ്? ശരിയാ. അപ്പോൾ ഉൽക്കകളോ? 1000ഓളം ഉൽക്കകളാണ് ഭൂമിയിലേക്ക് വർഷം തോറും വന്ന് പതിക്കുന്നത്. ഒരു വിസിറ്റർ എത്ര നിസ്സാരമായാണ് ഉൽക്കയിലൂടെ നമ്മുടെ എല്ലാം കൺമുന്നിലൂടെ ഇവിടെ എത്തുന്നത്. എന്നിട്ട് നമ്മുടെ ശരീരം ഓർക്ക വരും അല്ലേ? ഞാൻ അങ്ങനെ പറയില്ല. അത് നമുക്കുള്ളിൽ വസിക്കും, നമ്മളെ നിയന്ത്രിക്കും. ഹേയ്, നീ ഇതെല്ലാം വിശ്വസിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. നിനക്കങ്ങനെ തോന്നുമ്പോൾ മാത്രം നീ കാര്യമാക്കിയാൽ മതി. ഇതെല്ലാം നീ കേൾക്കാൻ മനസ്സ് കാണിക്കുന്നതിൽ വലിയ സന്തോഷം. ശരീരത്തിൽ പ്രവേശിച്ചിട്ട് ഈ വിസിറ്റേഴ്സ് എന്ത് ചെയ്യുമെന്ന് ട്രാവിസ് സംശയം ചോദിക്കുമ്പോൾ വിസിറ്റേഴ്സ് 2 തരമാണുള്ളത്, നല്ലതും ചീത്തയും, ഗുഡ് ആൻഡ് ബാഡ്. ഒരു നല്ല വിസിറ്റർ എത്തുമ്പോൾ അവിടെയുള്ള ചീത്ത വിസിറ്റർ അതിനെ വേട്ടയാടുമെന്ന് മഗ്നാബ് പറയുമ്പോൾ ഇതൊക്കെ നിങ്ങൾക്കെങ്ങനെ അറിയാമെന്നുള്ള ട്രാവിസിന്റെ ചോദ്യം കേട്ട് ആള് കുറച്ച് ഡള്ളാവുന്നു. പെട്ടെന്ന് അതുവഴി പാഞ്ഞു പോകുന്ന ഉൽക്കയെ ചൂണ്ടിക്കാണിച്ച് നല്ല സമയത്ത് തന്നെ പോകുന്നല്ലോ എന്ന് പറയുമ്പോൾ അവിടെ ഒരു ട്രക്ക് വന്ന് നിൽക്കുന്നു.
ഇത് കണ്ട് ഇപ്പോൾ വരാമെന്ന് ട്രാവിസിനെ അവിടെ ഇരുത്തി മഗ്നാബ് വണ്ടിക്കടുക്കലേക്ക് ചെല്ലുന്നു. ട്രക്കിൽ നിന്നിറങ്ങുന്നതാകട്ടെ ഓൾസൺ. അവർ തമ്മിൽ അവിടെ നിന്ന് ഇവന് തോക്കുപയോഗിക്കാൻ അറിയുമോ എന്നെല്ലാം പിറുപുറത്ത ശേഷം ട്രാവിസിനെ വിളിച്ച് നമുക്കൊരു യാത്ര പോയാലോ എന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്നു. ട്രാവിസിന്റെ ട്രെയിനിങ് സെഷൻ. ഒരൊറ്റ ബുള്ളറ്റ് പോലും ടാർഗറ്റിലെന്നല്ല, അതിൻ്റെ 7 അയലത്ത് പോലും കൊള്ളുന്നില്ല. ഓൾസന് പുച്ഛഭാവമാണ് എപ്പോഴും. പോലീസ് ഫോഴ്സിൽ നിന്നും വിട്ടിറങ്ങിയ ഓൾസൺ അത്യാവശ്യം ട്രാവിസിന്റെ ഉന്നത്തെ മെച്ചപ്പെടുത്തുമ്പോൾ കൊള്ളാം, പക്ഷേ ഈ ഷൂട്ടിംഗ് വെച്ചിട്ട് നമുക്ക് രക്ഷപ്പെടാമെന്ന് ഒരിക്കലും വിചാരിക്കേണ്ടെന്ന് മഗ്നാബ് വ്യക്തമാക്കുന്നു. വിസിറ്റേഴ്സ് അവരൊന്നുമല്ല, വെറും വായു, നീരാവി, അതിനെ വെടിവെക്കാനാകില്ല. ഓൾസൺ: അതെ, പക്ഷെ നമുക്ക് ആ വ്യക്തിയെ കൊല്ലാം, പക്ഷെ അയാൾക്കുള്ളിലെ വിസിറ്ററെ ഒരിക്കലും പറ്റില്ല. അത് വേറെ ശരീരങ്ങളിലേക്ക് ചേക്കേറിക്കൊണ്ടേയിരിക്കുന്നു. മഗ്നാബ് ഇനി പറയാൻ പോകുന്നതാണ് പ്രധാന കാര്യമെന്ന് പറഞ്ഞ് ഞങ്ങൾക്കൊരാളുടെ മേൽ കഴിഞ്ഞ 2 വർഷങ്ങളായി കണ്ണുണ്ടെന്നും അവരിൽ ഒരു ചീത്ത വിസിറ്റർ വസിച്ചുകൊണ്ട് നിയന്ത്രിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ നിങ്ങളെന്ത് വിഡ്ഢിത്തമാണ് പറയുന്നതെന്ന് ട്രാവിസ് ചിരിച്ചു തള്ളിക്കളയാൻ നോക്കുന്നു. കാര്യത്തിന്റെ ഗൗരവമേറി വരും തോറും ട്രാവിസിന്റെ ധൈര്യം കുറഞ്ഞു വരുന്നു. മഗ്നാബ് നേരെ ഫോൺ എടുത്ത് ഒരു ലേഡി പോലീസ് ഓഫീസറെ കാട്ടുന്നു. മേരി ആലിസ് ഡക്കർ. കണ്ടാൽ ഒരു സാധാരണ സ്ത്രീ, പക്ഷെ എന്നെ വിശ്വസിക്ക്, ആ കാണുന്നത് ഒരു നശിച്ച വിസിറ്ററാണ്. നിങ്ങൾക്കെങ്ങനെ അറിയാം? നീ അന്ന് കണ്ടില്ലേ എന്നോടൊപ്പം ചാറ്റ് ചെയ്ത കൂട്ടാളികളായ കരോളും മൈലോയും? അവർ 2 കൊല്ലമായി ഇവളെ നിരീക്ഷിക്കുകയാണ്. ഒരു ഗുണവുമില്ലാതെ അവരെ പിന്തുടരുന്ന എന്തിനെന്ന ട്രാവിസിന്റെ ചോദ്യം കേട്ട് ഓൾസൺ നാശം, ഇവനെ ഒന്നേന്നല്ല പറഞ്ഞു കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ച് നടന്നുകൊണ്ടൊരു ഫയൽ എടുത്തിട്ട് പറയുകയാണ്. നിത്യകർമ്മങ്ങളിൽ അവളിൽ ഒരു മാറ്റവുമില്ല, 2 ആഴ്ച മുന്നേ വരെ. അതായത് അവൾ പെട്ടെന്ന് ആക്റ്റീവായിരിക്കുന്നു. തോക്കും സിപ്റ്റൈസും മറ്റുമെല്ലാം മേടിച്ചുകൊണ്ട് തയ്യാറെടുക്കുകയാണ്. അവരെപ്പോഴും ആക്റ്റീവായാലും അതിനോരോ കാരണങ്ങളുണ്ട്. അതെ, അവളുടെ പെട്ടെന്നുള്ള മാറ്റത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഉടൻ ഇവിടേക്ക് ഒരു നല്ല വിസിറ്റർ എത്താൻ പോവുകയാണ്. അതിനെ വകവരുത്താൻ തയ്യാറെടുപ്പ് നടത്തുമ്പോൾ ആ സമയം എപ്പോഴെന്നറിയില്ല, പക്ഷേ എപ്പോൾ വേണമെങ്കിലും ആവാം. ഈ സമയം നമ്മൾ മേരി ആലിസിനെ വേട്ടയാടുമ്പോൾ അവളെ കൊണ്ട് ആ നല്ല വിസിറ്ററുടെ അടുത്തേക്ക് എത്താൻ വഴിയൊരുക്കും. എല്ലാം കേട്ട് പകച്ചു നിൽക്കുന്ന ട്രാവിസ്. രാത്രി കോരിച്ചൊരിയുന്ന മഴയിൽ മഗ്നാബിന്റെ ക്യാബിനിലിരുന്ന് ബാറിൽ നിന്നിരുന്ന് എനിക്ക് എന്തിൻ്റെ കേടായിരുന്നു എന്ന ഭാവത്തോടെ ചോദിക്കുകയാണ്. നമുക്കിത് വേണോ? ഇതെല്ലാം എന്താണ്? നിഴലുകളെ പിന്തുടരുന്ന പോലെ. ഇത് കേട്ട് മഗ്നാബ് ആ ഫോട്ടോ എടുത്ത് കാണിച്ച് മനസ്സ് തുറക്കുന്നു. എൻ്റെ മകൾ അലീസ. 10 കൊല്ലം മുൻപ്, ഞാൻ ഇവിടെ എത്തുന്നതിന് മുൻപ് അവളൊന്ന് നടക്കാൻ പോയി, കാട്ടിലേക്ക്. ഒരു നടത്ത, അത്രയേ വേണ്ടിയിരുന്നുള്ളൂ. തിരികെ എത്തിയപ്പോൾ അവൾ മൊത്തത്തിൽ മാറി. ഒരു നല്ല വിസിറ്റർ അവളിൽ കയറിപ്പറ്റി. എന്ത് ചെയ്യണമെന്നറിയില്ലായിരുന്നു. പോലീസിനെ വിളിച്ചു, ആശുപത്രിയിൽ കൊണ്ടുപോയി. ആ ട്രാപ്പ് ഓൾറെഡി രൂപപ്പെട്ടെന്നും അലീസ വേട്ടയാടപ്പെടുകയാണെന്നും അറിയാതെ ഒരു രാത്രി പെട്ടെന്നൊരാൾ വീട്ടിലേക്ക് വന്നു. ആഡമാണെന്നും രക്ഷിക്കാനെത്തിയതെന്നും പറഞ്ഞ് ഒരു ബാഡ് വിസിറ്റർ. സംശയിച്ച് എൻ്റെ നേരെ തോക്ക് ചൂണ്ടി. ആളുടെ കയ്യിൽ ആ ദ്രാവകമുണ്ടായിരുന്നു, മഴവിൽ നിറങ്ങളുള്ള. അത് സ്വയം കുടിച്ച് അലീസയും കുടിപ്പിച്ച് ബലമായി പിടിച്ചു കൊണ്ടുപോയി. ഞാൻ പിറകെ ചെന്നു. അവരാ കെണി കടന്നുപോയി, പുഷ്പം പോലെ. ഞാൻ അതിനടുത്തെത്തിയപ്പോഴേക്കും ആ വേദന അതെനിക്ക് പറഞ്ഞറിയിക്കാനാകില്ല. എങ്ങനെയോ ഞാൻ പിന്നിലേക്ക് വീണു. അന്ന് എനിക്കത് ഫീൽ ചെയ്തു, ആ നോവ്. അത് അലീസയെ കൊണ്ടുപോയി അല്ലേ? അടുത്ത ദിവസം ഞാൻ അലീസയെ കണ്ടു, ഒരു കടയ്ക്ക് മുന്നിലെ വേസ്റ്റ് ബിന്നിൽ, കഴുത്തറുത്ത നിലയിൽ. ഇത്രയും പറഞ്ഞ് കുറച്ചു നേരം ഇരുന്നിട്ട് അന്ന് കിട്ടിയ ദ്രാവകത്തിന്റെ അംശം ഒരു ചെറിയ കുപ്പിയിലാക്കി മാല പോലെ സൂക്ഷിച്ചിരുന്നത് ട്രാവിസിനടുത്ത് നൽകുന്നു. ഇതെല്ലാം കേട്ടറിഞ്ഞ് കുറച്ച് ധൈര്യം വീണ്ടെടുക്കുന്ന ട്രാവിസ്, ഞാൻ എന്ത് ചെയ്യണം? ആ ദിവസം എത്തിയിരിക്കുന്നു. ഓൾസൺ, മഗ്നാബ്, ട്രാവിസ് 3 പേരും കാറിനുള്ളിൽ നിർത്തിയിട്ട് കാടിനടുത്ത് ഒരിടത്ത് കാക്കുകയാണ്. ഒരു കാർ വരുന്നു. മുൻപൊരു രാത്രി ക്യാബിനടുത്ത് വെച്ച് ട്രാവിസ് കണ്ട അതേ കാർ. ഓൾസൺ ഇത് കണ്ട് വിഭ്രമത്തോടെ, അത് ഹൈഡനാണ്, മുൻപ് ട്രാവിസിന്റെ സ്ഥാനത്തുണ്ടായിരുന്ന ഒരുത്തൻ. അവനൊന്നും ഒട്ട് ചെയ്യുകയുമില്ല, ആരെക്കൊണ്ട് ചെയ്യിപ്പിക്കുകയുമില്ലെന്ന അവസ്ഥ വന്നപ്പോൾ തള്ളിക്കളഞ്ഞാണെന്നും പറയുന്നു. കാർ മുമ്പത്തെ പോലെ തന്നെ കുറച്ചു നേരം നിർത്തിയിട്ട് തിരികെ പോയ ശേഷം മറ്റൊരു വാൻ അതുവഴി കടന്നു പോകുന്നു. കുറച്ചപ്പുറത്തേക്ക് മാറി നിർത്തി അതിൽ നിന്നൊരു പട്ടി ഇറങ്ങി ഓടിയ ശേഷം വിട്ടുപോകുന്നു. നമ്മൾ ആദ്യ എപ്പിസോഡുകളിൽ കണ്ട കാർമനെ പിന്തുടർന്ന് വകവരുത്തിയ അതേ പട്ടി. സഹായത്തിന് അതിനെ പരിശീലിപ്പിച്ചിറക്കിയതായിരിക്കുമെന്ന് പറഞ്ഞ് 3 പേരും ആ വണ്ടിയെ ഫോളോ ചെയ്തെത്തുന്നത് മറ്റെവിടെയുമല്ല, നൊവോരോ ഫാമിലിയുടെ സ്ഥലത്തേക്ക്. കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഏകദേശം ക്ലിയറായി വരുന്നു. അവിടെ എഡ്വേർഡും മകനും ഒപ്പം കാർമനുമുണ്ട്. കാർമന്റെ വളരെ അസ്വസ്ഥമായ പ്രകൃതം കുറച്ചകലെ നിർത്തിയിട്ട വണ്ടിയിലിരുന്ന് കാണുന്ന മഗ്നാബിനോടും ട്രാവിസിനോടുമായി ഓൾസൺ, ഉൽക്ക ഈ അയൽ പ്രദേശത്തെ വീഡിയോ 48 മണിക്കൂറുകൾക്ക് മുന്നേ വീണിട്ടുണ്ടെന്ന് വിവരമുള്ളതായും നമ്മുടെ ടാർഗറ്റ് മേരി ആലിസ് ഇത് മനസ്സിലാക്കി സകല ഒരുക്കങ്ങളോടെയും ഇവിടെ എത്തിയിരിക്കുകയാണ് ഗുഡ് വിസിറ്ററെ വേട്ടയാടാൻ എന്ന് ക്ലാരിറ്റി വരുത്തുന്നു. ആ സ്ത്രീയെ കണ്ടാലറിയാം അവരിൽ വിസിറ്റർ വസിക്കുന്നതായി. ട്രാവിസിന് വീണ്ടും കയ്യിൽ നിന്ന് പോയി സകല ധൈര്യവും ചോർന്ന് പേടിച്ചു വിറയ്ക്കുമ്പോൾ, നിനക്ക് ആ കുടുംബം നശിക്കുന്നത് കാണണോ അതോ കുറച്ച് ജീവൻ രക്ഷിക്കണോ എന്ന് ഓൾസന്റെ ചോദ്യം കേട്ട് തീർത്തും മനപ്രയാസത്തോടെ മഗ്നാബ് വെച്ച് നീട്ടുന്ന പേപ്പർ മേടിക്കുന്നതും ഉടൻ 3 പേരും ഗ്യാസ് മാസ്ക് ധരിച്ച് കാർ വീട്ടിലേക്ക് വിടുന്നു. തോക്കുമായി ഇറങ്ങി ട്രാവിസിനോട് സ്വിമ്മിംഗ് പൂൾ സെറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ബോർഡിൽ അവളെ നമ്പരുതെന്ന് എഴുതി വീട്ടുകാരെ ജനലിലൂടെ കാട്ടി അകത്തേക്ക് കയറുന്നു മഗ്നാബും ഓൾസനും.
കയറിയ പാടെയുള്ള ഉന്തും തള്ളലും കരച്ചിലുമൊക്കെ കേട്ട് വിറച്ചു തളർന്നുകൊണ്ട് ട്രാവിസ് നേരെ തിരിച്ചു വന്ന് കാറിന്റെ ഡിക്കിയിൽ നിന്നും പ്ലാസ്റ്റിക് പൂൾ സെറ്റ് എടുത്ത് തകർത്തോടി തൊഴുത്തിന് പുറകിലെത്തി സെറ്റ് ചെയ്ത് അവിടെയുള്ള പൈപ്പ് തുറന്ന് ഓസിട്ട് വെള്ളം നിറയ്ക്കുന്നു. അവിടെ അമ്മയ്ക്ക് പ്രാണവേദന, ഇവിടെ മകൾക്ക് വീണവേദന എന്ന പോലെ. ട്രാവിസ് എന്നിട്ട് മഗ്നാബ് കൊടുത്ത പേപ്പർ എടുത്ത്, അതായത് മുങ്ങിത്താഴുന്ന അയാളെ എങ്ങനെ രക്ഷിക്കാമെന്നുള്ള വഴി എഴുതിയിട്ടുള്ള പേപ്പർ അതെടുത്ത് വിടർത്തി താഴെ വെച്ച് മുകളിൽ ഒരു കല്ലെടുത്ത് വെക്കുമ്പോഴേക്കും വീടിന് പുറത്തേക്ക് വന്ന പോലീസ് സ്ത്രീ എഡ്വേർഡിനെ വെടിവെച്ചിട്ട് നേരെ ഹെയ്ലോഫിലേക്ക് കയറുന്നു. നിലവിൽ റൂബൻ പെട്ടി നിൽക്കുന്ന അതേ കച്ചിപ്പുരയിൽ. കയറി ബാഗിൽ നിന്നും ഒരു കുപ്പിയെടുത്ത് അതിലുള്ള ആ കളർഫുൾ ദ്രാവകം എടുത്ത് താഴേക്ക് ഒഴിക്കുമ്പോൾ മഗ്നാബ് കാർമിനെ കൈകെട്ടി വണ്ടിയിലേക്ക് രക്ഷപ്പെടുത്തി കയറ്റാൻ വരുമ്പോൾ അത് കണ്ട് ട്രാവിസ് വിളിക്കുന്നത് കേട്ട് നോക്കി അവിടെ തന്നെ നിൽക്കുന്ന പറയുന്നതും കാർമൻ പിടിവിട്ട് കാര്യമറിയാതെ കാട്ടിലേക്ക് ഓടി ഒളിയുന്നു. പിറകെ ഓടുന്ന മഗ്നാബ് ഹെയ്ലോഫ്റ്റിലെ ആ കാഴ്ച കാണുന്നു. നിറപ്പകിട്ടാർന്ന ഒരു വൃക്ഷം മുളച്ചു വരുന്ന ആ കാഴ്ച കണ്ട് ഞെട്ടി നേരെ കാറിനടുക്കലേക്ക് ഓടുകയാണ്. തന്നെ വിളിക്കുന്ന ട്രാവിസിനോട് ഇനി സമയമില്ലെന്നും അവൾ കെണിയൊരുക്കുകയാണെന്നും സോറി ട്രാവിസ് എന്നും ക്ഷമ ചോദിച്ച് വണ്ടിയിൽ കയറി വിട്ടുപോകുന്നു. കരഞ്ഞു വിറച്ചുകൊണ്ട് ട്രാവിസ് ഫോൺ എടുത്ത് വിളിക്കാൻ നോക്കുമ്പോൾ അതിൽ നിന്ന് കുത്തിത്തുളയ്ക്കുന്ന ശബ്ദം. ഉടൻ തന്നെ ആ സ്ത്രീ അവിടെ എത്തി ട്രാവിസിന്റെ മുൻപിൽ വന്ന് വായ തുറന്ന് ആ വിസിറ്ററെ അവനിലേക്ക് കൈമാറുന്നു. ഈ ഒരു പ്രവൃത്തി തടയാനായിരിക്കണം ഇവരെല്ലാം ആ ഗ്യാസ് മാസ്ക് ധരിച്ചിരിക്കുന്നത്. ജെയിംസിനോട് ട്രാവിസ് വിവരിക്കുകയാണ്. അപ്പോൾ തന്നിലുണ്ടായ അലട്ടൽ, ശരീരമാകെ തളർന്ന് മുങ്ങിത്താഴുന്നതുപോലെ. നിർത്താൻ അപേക്ഷിച്ചിട്ടും അവർ വകവെച്ചില്ല. ട്രാവിസിലേക്ക് ബാഡ് വിസിറ്റർ എത്തിയപാടെ നേരെ പോയി അവിടെ ഇരുന്നൊരു വിറകെടുത്ത് സ്വബോധം വീണ് ഒന്നും അറിയാതെ വെപ്രാളപ്പെടുന്ന ആ സ്ത്രീയുടെ അടുത്തേക്ക് വരുന്നത് കണ്ട് സുരക്ഷയ്ക്കായി കയ്യിലെ തോക്കെടുത്ത് ട്രാവിസിന്റെ നെഞ്ചത്ത് വെടിയുതിർക്കുന്നെങ്കിലും ഒട്ടും കൂസാതെ അവരുടെ തലയിൽ ആഞ്ഞടിക്കുന്നു. അവർ നിമിഷ നേരം കൊണ്ട് നിശ്ചലമാവുന്നു. ഓൾസൺ വീടിന് പുറത്തേക്ക് ഓടി വന്ന് ചുമച്ചുകൊണ്ടിരുന്ന ട്രാവിസിന്റെ മുറിവ് കണ്ട് ആ സ്ത്രീക്കുള്ളിലെ ചീത്ത വിസിറ്റർ ചെയ്തെന്ന വിചാരത്തിൽ പിടിച്ച് ആശുപത്രിയിലേക്ക് പോകാൻ തുനിയുമ്പോൾ പിച്ചും പേയും പറയുന്നത് കേട്ട് തന്റെ മാസ്ക് ഉരിയുന്നതും ട്രാവിസ് വാ തുറന്ന് ആ ഹോസ്റ്റിനെ ഓൾസണിലേക്ക് പകരുന്നു. ഓൾസന്റെ പ്രകൃതം മാറി അവിടെ കിടക്കുന്ന സ്ത്രീയുടെ ബാഗിൽ നിന്നും ശേഷിക്കുന്ന ആ വിഷം കുടിക്കുമ്പോൾ ട്രാവിസ് നേരെ വീട്ടിലേക്ക് ഓടിക്കയറുന്നു. അവിടുന്നാണ് ഓൾസൺ മേരി ആലിസിന്റെ വണ്ടിയെടുത്ത് മാഗിയുടെ സ്ഥലത്തേക്ക് വരുന്നതും അവിടെ എല്ലന്റെയും വലേറിയുടെയും കണ്ണിൽ പ്രത്യക്ഷപ്പെടുന്നതും തുടർന്ന് അവിടെയുള്ള ആരെങ്കിലും ആ ഗുഡ് വിസിറ്റർ ഉണ്ടോ എന്ന് സൂത്രത്തിൽ അറിയാൻ ശ്രമിക്കുന്നതും. എന്തിന്? നശിപ്പിക്കാൻ. ഒടുവിൽ ആ ചീത്ത വിസിറ്റർ ഇപ്പോൾ എല്ലനിലേക്ക് എത്തിയിരിക്കുന്നു. ഗുഡ് വിസിറ്റർ ഉള്ളിലുള്ള ആർലോ നടന്ന് വീട്ടിലേക്കും പോകുന്നു. വീട്ടിലെ ബേസ്മെന്റിലെത്തിയ കഥ വരെ ജെയിംസിനോട് പറഞ്ഞ് ട്രാവിസ് ആ കെണി ഒരുക്കുന്നത് കണ്ടിട്ടും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെന്ന് പശ്ചാത്തപിക്കുകയാണ്. ഈ കെണി നശിപ്പിക്കാൻ എന്ത് ചെയ്യണമെന്നുള്ള ജെയിംസിന്റെ ചോദ്യത്തിന് അത് ഈ കെണി ഉണ്ടാക്കിയ വിസിറ്ററിന് മാത്രമേ സാധിക്കുള്ളൂ എന്ന മറുപടിയും. റൂബൻ അതേസമയം ഒരടി അനങ്ങാൻ കഴിയാതെ നോക്കി നിൽക്കുന്ന ആ വൃക്ഷത്തിന് ചെറിയ മാറ്റങ്ങൾ വരികയാണ്. അത് നേരെ കഥയിലേക്ക് പടർന്നിരിക്കുന്നു. സമയം അടുത്തു എന്ന് മനസ്സിലാക്കി മരിക്കണ്ടെന്ന് പറഞ്ഞ് മോങ്ങുന്ന ട്രാവിസിനോട് താൻ യാചിക്കുകയാണ്, പോകാൻ അനുവദിക്കൂ എന്ന് ജെയിംസ് പറയുന്നത് കേട്ട് മുൻപ് മഗ്നാബിന്റെ ഡ്രോവറിൽ നിന്നും എടുത്ത കത്തി ജെയിംസിനടുക്കലേക്ക് ഇട്ടുകൊടുക്കുകയാണ്. ജെയിംസ് അതെടുത്ത് കെട്ടുമുറിക്കുമ്പോൾ എൻ്റെ ആണ്ട് ജൂലി, അവർ മാത്രമായിരുന്നു എൻ്റെ കുടുംബമെന്ന് തൻ്റെ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞ ഉടനെ ആ റൈഫിൾ എടുത്ത് കഴുത്തിന് വയ്ക്കുന്നു. നോ 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 വേണ്ടാന്ന് പറഞ്ഞ് ജെയിംസ് ചാടിയെടുക്കുമ്പോഴേക്കും റൂബനെ വിളിച്ചുകൊണ്ട് ജെയിംസ് തോക്കുമായി പട്ടികൾ നോക്കിയിരിക്കുന്ന ഹെയ്ലോഫ്റ്റിലെത്തി തുറന്നു നോക്കുമ്പോൾ ആ കാഴ്ച കണ്ട് ഞെട്ടുന്നു. കതക് പെട്ടെന്ന് തന്നെ താനെ അടയുകയും ചെയ്യുന്നു. തന്നെ രക്ഷിക്കുന്നും ഇതടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണെന്നും റൂബൻ വെപ്രാളപ്പെടുന്നത് കേട്ട് ജെയിംസ് അവിടെ കിടന്നൊരു കോടാലി എടുത്ത് കച്ചിപ്പുരയുടെ ഒരു വശം വെട്ടിപ്പൊളിച്ച് റൂബനെ പുറത്തേക്ക് കൊണ്ടുവരുന്നു. കുറച്ചു നേരം രണ്ടുപേരും ശ്വാസം വിട്ടു നിന്നിട്ട് നമുക്കുടൻ വീട്ടിലെത്തണമെന്ന ജെയിംസിന്റെ വാക്കുകൾ കേട്ടപാടെ റൂബൻ ചാടി വീണിരിക്കുന്നു. എനിക്കിനി ഒരു വീടുമില്ലെന്ന് പറഞ്ഞുകൊണ്ട് കടിച്ചു പിടിച്ചിരുന്ന റൂബൻ ഒടുവിൽ കൺട്രോൾ വിട്ടങ്ങനെ ചെയ്യുന്നതോടെ വലേറിയുമായുള്ള ബന്ധം പുറത്തായെന്ന് ജെയിംസും മനസ്സിലാക്കി ക്ഷമ ചോദിക്കുന്നു. അത് മാറ്റിവെച്ചിട്ട് ഇവിടെ നമ്മളെക്കാളും വീട്ടിലുള്ളവർ അപകടത്തിലാണെന്ന് പറഞ്ഞ് ഇരുവരും കുതിരപ്പുറത്ത് വീട്ടിലേക്ക് തിരിക്കുന്നു. കാനന വഴിയിലൂടെ പോകുമ്പോൾ ദൂരെ നിന്ന് മെറിലിന്റെ ശബ്ദം ആർലോയെ വിളിക്കുന്നതായി. ചുറ്റുമൊന്ന് നിന്ന് നോക്കുമ്പോൾ ആർലോ വരുന്നത് കണ്ട് ജെയിംസ് ഓടി വന്നവനെ കെട്ടിപ്പിടിക്കുന്നു. പിറകെ മെറിലും നിക്കോളാസും പിടിച്ചുകൊണ്ടുവരുന്ന മഗ്നാബിനെ കണ്ട് എന്താ അടുത്ത കുരിശെന്ന് നോക്കുന്ന റൂബനും ഈ കുരിശ് അണേക പോകും വഴി എന്ന രീതിയിൽ നോക്കുന്ന ജെയിംസും.